ഹലോ, എല്ലാവർക്കും ശ്രേയാസ് വേയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു പുതിയ വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്ത് വിശേഷമാണെന്നറിയാവോ? നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മമാരില്ലേ, നിങ്ങളെ വല്യമ്മമാർ കാണുമല്ലോ, വല്യമ്മമാരുടെ അമ്മ എന്ന് വെച്ചാൽ വല്യമ്മയുടെ വയറ്റിൽ വന്ന അമ്മ, അത് അമ്മയുടെ വയറ്റിൽ നമ്മൾ വരത്തില്ലേ? അപ്പോൾ അത് വല്യമ്മമാർ പറയുന്നത് പേരക്കുട്ടി എന്നായിരിക്കും. നമ്മൾ കഥയിലും സ്റ്റോറീസിലൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. പേരക്കുട്ടി പേരക്കുട്ടി എന്നാണ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ വീട്ടുകാരങ്ങനെ നേരെ മറിച്ചാണ്. എന്താ കാരണമെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാവോ? ഇവർ വല്യമ്മേനെ വിളിക്കുന്ന എടി 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 വാറുവേ, എടി വാറു, എടി 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 എന്നൊക്കെയാലും എടി. പിന്നെ അച്ഛൻ മാത്രമേ ഇച്ചേ ഭേദമുള്ളൂ, എന്നാലും അതും കണക്കാ. എല്ലാണോ കണക്കാന്ന് പ്രത്യേകിച്ച് പറയാം. എന്താ കാര്യമെന്നറിയാവോ? എന്നെ പുറത്തെങ്ങാനും പോയി കഴിഞ്ഞാൽ എങ്ങനെ വിളിക്കുമെന്നറിയാവോ? മുളി പെറു ചിക്കന് ബുദ്ധി പോട്ടോ, കുഞ്ചി അലിഞ്ഞങ്ങ് പോവും. നമ്മൾ ആരെയും അലിഞ്ഞു പോവും. അതേപോലെ മുളി ചിക്കന് ബുദ്ധി വാ പറയും. അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ ഏത് വീട് ആരും ഇത് വിളിക്കുന്നത് ചുറ്റും നോക്കുവേ. പക്ഷെ എന്നെയാണോ വാ ചിക്കന് ബുദ്ധി വാ എന്ന് പറയുന്നത് എന്നെ വിളിക്കുമ്പോൾ മാറിയോ കണ്ണൊക്കെ തിരുമ്പി കാണും. അങ്ങനെ അവിടെ വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കുക. അപ്പോൾ ഇതൊന്നും എല്ലാവരും എന്നെ എങ്ങനെ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാണുമെന്നറിയാവോ? ഇവർ എഴുതുന്നത് ഇത് അച്ഛനും അമ്മയ്ക്കും ഇത് മൂളെ എത്ര ഇഷ്ടമാണ്, ചക്കരയും മുത്തി പഞ്ചാരയും എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അയ്യോ, ഇത് അച്ഛനും അമ്മയൊക്കെ എന്ത് പാവമാണ്. എനിക്കെങ്ങാളും ഇച്ചിരി അച്ഛനും അമ്മയൊക്കെ കിട്ടിയാൽ നോക്കിയാലും വരക്കാം അങ്ങനെയൊക്കെ പറയുന്ന ഒരു പിള്ളേർ, അച്ഛനും വരക്കൊക്കെ പറയുന്ന പിള്ളേരെ കാണും. അപ്പോൾ അവരങ്ങനെ പറയും. അപ്പോൾ അച്ഛനും അമ്മയും അയ്യോ അങ്ങനെയാണെന്നല്ലോ അങ്ങനെയൊക്കെ പറയും ചില ആൾക്കാർ. അപ്പം പക്ഷെ അവർക്ക് അറിയത്തില്ലല്ലോ ഉള്ളിൽ നടക്കുന്ന കാര്യം. പുറത്തേത് ഉള്ളിലേത് അവർക്കറിയത്തില്ല. ഇവരിങ്ങനെ അമ്മ അച്ഛനും ഇങ്ങനെയാണ് വിളിക്കുന്നത്. ആളുകൾ മുന്നാണെങ്കിൽ മൂലയിലോട്ട് മതി. അപ്പം എല്ലാവരും ഇത് നോക്കുക. അത് കാണുമ്പോൾ അവർ അയ്യോ ഇത് ഭയങ്കരമാണല്ലോ, ഇവർ ഭയങ്കര സ്നേഹമാണ് ഇതാണ്. അപ്പം അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ. ചിലപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ വിളിക്കുന്ന എങ്ങനെ വീട്ടിലാകുമ്പോൾ അവരെന്തെങ്കിലും, ഞാനിപ്പോൾ വീട്ടിലെന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല. പെട്ടെന്ന് പാട്ട് അച്ഛൻ രാവിലെ വെക്കുമ്പോൾ അതിൻ്റെ ശ്രദ്ധയെ ഞാൻ മുഴുകും. അപ്പോൾ അതിൻ്റെ ശ്രദ്ധയെ മുഴുകുമ്പോൾ ഞാൻ എന്തെങ്കിലും കളിച്ചുകൊണ്ടോ കഞ്ഞിയും കറിയോ അങ്ങനെ വല്ലതും കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഞാൻ കേൾക്കാറില്ല. അമ്മ മോളെ വിളിക്കും, കേൾക്കത്തില്ല. മോളെ വിളിക്കും, കേൾക്കത്തില്ല. എടി ഉറക്ക വിളിക്കും. ഇതൊന്നും അല്ല, എത്രോ വരെ അവസരം ഇങ്ങനെ വിളിക്കും കേട്ടോ. അപ്പം ഞാൻ അയ്യോ എന്താ അമ്മ? അപ്പം തട്ടിയിട്ട് പറയും മോളെ 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 എടി എടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ 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 അച്ഛാ എന്ന് കാര്യം ചെയ്യുമ്പോൾ ഞാൻ പറയും, അച്ഛൻ പറയും അമ്മ വിളിക്കുന്നുണ്ട് എന്നെ കാര്യം പോലെ പറയും. അപ്പം ഒരു എത്ര പ്രാവശ്യം തന്നെ വിളിക്കുന്നോണ്ട് ഇന്നൊക്കെ ഒരു അമ്മയാണ് ഭയങ്കര വരക്കായിരിക്കും. അപ്പം അന്ന് എനിക്കല്ലവ ഞാൻ പറയാം അമ്മ ഞാൻ അത് കേട്ടില്ല അതുകൊണ്ടല്ലേ അന്ന് വിട്ടു കളഞ്ഞു. അപ്പം അങ്ങനെയാണ് ചില അമ്മയ്ക്ക് ചിലപ്പോൾ അങ്ങനെ വലിയ കരിങ്കാലിനെ പോലെ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാരുന്ന ദേവിയല്ലേ, അപ്പൊ കൊളുവാളെടുത്ത് നിന്നെ ദാടിക്കച്ചോറയിൽ നീരാട്, പിടികിട്ടിയ കാൽ മുറിക്കെന്തിന് തുമ്പപ്പൂ പിറക്. അത് പാട്ടിന്റെ ട്യൂൺ ഇവിടെ അടിച്ചിറക്കിയതാണ്, അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ അത് ക്ഷമീര്. ഞാൻ ചുമ്മാ അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് ഇറക്കിയതാ, അത് വലിയ കാര്യമാക്കണ്ട. ഏതെങ്കിലും പാട്ട് വേറെ എന്നെ അടിച്ചു നോക്കാം. ഉണ്ണിക്കളി പിന്നവൾക്ക് ശരീരവും വീണ്ടാണ്, ഉണ്ണിക്കളി പിന്നവൾക്ക് ശരീരവും വീണ്ടാണ്, പിന്നും പറ്റി ഇത് കണ്ടുപിടിച്ചോ? ഒന്നുമില്ല കേട്ടോ, ഞാൻ ചൂട് അടിച്ചു മാറ്റിയതല്ല. ഇത് കോപ്പി റൈറ്റിങ് അടിച്ചില്ലല്ലോ അല്ലേ മൈക്കേ? പിടിച്ചില്ലല്ലോ. അത് പുതിയ പാട്ടാട്ടോ, ഞാൻ കണ്ടതേ ഇല്ല. അത് ആദ്യമായിട്ട് കണ്ടതേ ഒന്നും ഉള്ളൂ. അപ്പം അതിൻ്റെ ഫോട്ടോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. എന്നാണ്ട് കോപ്പി റൈറ്റിംഗ് ഒന്നും അടിച്ചല്ല. അതാണ് കാത്തുള്ളേ, എങ്കിലും ഒന്ന് വിശ്വസിച്ചാൽ മതിയെന്ന്. ഇത്രയേ ഉള്ളൂ, കോപ്പി റൈറ്റിംഗ് ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇത് അമ്മ അച്ഛനും വിളിക്കുന്ന എടി ഇവിടെ വന്ന് എന്ത് കാര്യം പറയും അങ്ങനെ ഭയങ്കര കലിപ്പായിരിക്കും. അപ്പം ഇവര് വീട്ടിൽ കാണിക്കുന്നത് എടി എന്താ ഭയങ്കര വരക്കാം. പക്ഷെ ഇവിടെ ചെല്ലുമ്പോൾ ഉണ്ണിക്കളി പെണ്ണവർക്ക് എന്ന മടിയിലങ്ങ് എടുത്ത് വെക്കും. നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എങ്ങാളാണെങ്കിൽ ഉണ്ടല്ലോ, അച്ഛൻ എന്നെ മടിയിലിരുത്ത് ആക്കട്ട് പോകുന്നുണ്ടല്ലോ, മടി ഇങ്ങനെ ഇരുത്തിയിട്ട്
ചിക്കൻ പറ്റി ചിക്കൻ പറ്റി ഏതോട്ട് പറഞ്ഞ് ഭയങ്കര ഉമ്മ കൊടുപ്പാ. ഇങ്ങനെയൊന്നും വീട്ടിൽ ഉമ്മ തരാറില്ല. പക്ഷെ ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷൻ ചെയ്ത് ഇത്രയോ ഉമ്മ തന്നെ. ആക്കെ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുക. അപ്പൊ എനിക്ക് ഭ്രാന്ത് പിടിച്ചോ. അപ്പോഴേ ഞാൻ ഉമ്മ കൊടുക്കാതെ അല്ല എനിക്ക് വരട്ടായോ അപ്പോൾ ഞാനിങ്ങനെ നോക്കും. അപ്പം അതാണ് എൻ്റെ ഒരു ശീലം. അപ്പം അച്ഛൻ എപ്പോഴായാലും അങ്ങനെ ചെയ്യുന്നൊരു പതിവാണ്. പിന്നെ അമ്മ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ അയ്യോ കണ്ടിട്ട് അയ്യോ ചിക്കന് വേണ്ടി മുക്കിന് മുത്തിയെന്ന് പറഞ്ഞ ഉമ്മയൊക്കെ ഭയങ്കര കൊടുപ്പാ. അപ്പൊ ഇതെല്ലാരും എന്നെ തന്നെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഞാനും അന്ന് മിണ്ടാണ്ടിരിക്കുക. അവരെങ്ങാനും ശ്രദ്ധിക്കുന്നുണ്ട്. ഓ കൊഞ്ചില് കൂടിപ്പോയി മുനിയിടോ ബടോ പോയി കളിച്ചോ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചോ. എന്നിട്ട് എനിക്കിവിടെ ഏത് ഫ്രണ്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഉറക്കെ ചോദിച്ചു. ഇവിടെ അല്ല ഏന്ന് വെച്ചാൽ എന്നെ എൻ്റെ അച്ഛനെ അമ്മേനെ നോക്കാണ്. പക്ഷേ ഇത് പെങ്ങോച്ചത് മിണ്ടാണ്ടിരിക്കും ഒരു ദേശത്ത് നോക്കാം. അപ്പൊ ഇത്ര കട്ടച്ചാളിയൊന്നും അടിച്ചേട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വലിയ മൈൻഡ് ആക്കിയില്ല. പിന്നെ ബസ്സിലെങ്ങാനും ആണെങ്കിൽ ഉണ്ടല്ലോ അമ്മ വേറെ സൈഡിലായിരിക്കും. പക്ഷെ അമ്മ ഗേൾസിൻ്റെ ഗ്രൂപ്പിലാണ്. അപ്പൊ അച്ഛൻ എന്നെ മടിയിലിരുത്തുന്നത്. അപ്പൊ അടുത്തിരിക്കുന്ന ആൾക്കാരും എന്നെ ഭയങ്കര കേറിങ്ങ. എങ്ങാനും വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ സാധാരണ എന്നെ വണ്ടിയിൽ എങ്ങാനും കൊണ്ടുപോവാണെങ്കിൽ നേരെ ഇങ്ങനെ എന്നെ നോക്കത്തൊന്നുമില്ല. എന്നെ ഒന്നും ഒരു മൈൻഡും ഇല്ല, ഒന്നുമില്ല. വണ്ടി മാത്രം ശ്രദ്ധിങ്ങനെ ഇരിക്കുക. പക്ഷെ ബസ്സേലാകുമ്പോഴേക്കും അടുത്തിരിക്കുന്നതുകൊണ്ടല്ല അടുത്തിരിക്കുന്നത് ഇങ്ങനെ കാണും. അപ്പോൾ വണ്ടി അങ്ങനെ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ അച്ഛൻ നേരെ അയ്യോ 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 മുലയിനോട് വന്നില്ല. ഞാൻ ഭയങ്കര ഉറക്കമായിരിക്കും. എന്താ പറ്റി വട്ടായോ ഇങ്ങനെ തുറച്ചു നോക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടോണ്ടിരിക്കടി എന്ന് പറഞ്ഞാൽ പയ്യ ഇങ്ങനെ പറയും. സൈക്കിളാണെങ്കിൽ നമ്മളെ ഇതൊന്നും അല്ല ചേട്ടാ എന്ന് പറഞ്ഞ് ചെവിയിലോട്ട് അങ്ങ് പറഞ്ഞു പോയി. ഇതൊന്നും അല്ല ചേട്ടാ വീട്ടിൽ കാണിക്കുന്നത് വേറെ രീതിയില്ല. കൊഞ്ചിലിച്ചിരി കൂടിപ്പോയില്ലോ എന്ന് പറഞ്ഞ് ഞാനും ഇങ്ങനെ പറഞ്ഞു എൻ്റെ മനസ്സിൽ. അപ്പോഴേക്കും എൻ്റെ ബസ്സിൽ എങ്ങാണെങ്കിൽ ഈ ചുക്കൻപണി വീട്ടിൽ വെച്ചോടോ എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ വണ്ടി എൻ്റെ ബൈക്കിലാകുമ്പോഴല്ലോ ബ്രേക്ക് ഇടാൻ ഇത്രേ ഉള്ളു കാര്യം. അന്നങ്ങാണ്ട് കണ്ണാടി അവിടെ വീണ് എന്നിട്ട് അപ്പോഴേക്കും ഒരു ശ്രദ്ധയില്ല. ഞാൻ പോയി എടുക്കണം. ഇവരുണ്ടായിരുന്നു വീട്ടിൽ സുഖയിൽ ഇങ്ങനെ ഇരിക്കുക. ആ ദൈവത്തിനറിയാം, തമ്പുരാനറിയാം ഓടി വീട് പോകുന്നത്. എൻ്റെ അടുത്താണ് വീട്. അപ്പം അതൊന്നും എനിക്ക് നടന്നു പോകാൻ അറിയാലോ. നമ്മൾ ഇവർക്ക് ശരി പറഞ്ഞ അമ്മ ഇങ്ങനെയാണ്. അമ്മ ബസ് ഇരിക്കുവാണെങ്കിൽ അത് തൊട്ടടുത്ത് എന്നെ ഒരു സീറ്റ് ഇരിക്കും. അമ്മ അങ്ങനെ ഇരിക്കുവാണ്. എന്നെ എന്തേലും ആരിങ്ങനെ തട്ടി വിളിക്കുമ്പോൾ ഞാൻ ഉറക്കമാണെങ്കിൽ എണ്ണിക്കും. അമ്മ സാധാരണ വണ്ടിയിലൊക്കെ ഞാൻ ഉറങ്ങുമ്പോൾ അമ്മ ഇങ്ങനെയാണ്. അമ്മ ഇങ്ങനെ ഒന്നും പിടിക്കത്തേ ഉള്ളൂ. ഇത് കഴിയും ഞാനിങ്ങനെ നടക്കും. പക്ഷേ ബസ്സേ അമ്മ ഉണ്ടല്ലോ അമ്മ ഭയങ്കര ക്രൈങ്ങാണ്. എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റും. നാക്കൊന്നും വഴങ്ങാത്തതാ. പഠിക്കാറില്ല കേട്ടോ. അതാ വല്യമ്മയുടെ ഒരു ലുക്കൊക്കെ ആയിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയാണ് വരുന്നത് വണ്ടിയിൽ ബൈക്ക് ഓടിച്ചുമ്പോൾ. പക്ഷെ ബസ്സിൽ അമ്മ ഉണ്ടല്ലോ അമ്മയുടെ ബാഗ് വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ബൈക്കിൽ വെച്ചിട്ട് രാരിരാരോ ഉണ്ണിക്കാലി അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറക്കമാണല്ലോ. അപ്പം ഞാനിങ്ങനെ വരുന്നു എന്താ പറ്റി അങ്ങനെ അമ്മ ഉറക്കാറില്ല. ഏതെങ്കിലും കഥ വല്ലതും പറയുകയാണെങ്കിൽ അമ്മ പെട്ടത് അത്രയോ പറഞ്ഞു. കഥ പാട്ട് പോലെ എൻ്റെ വീട്ടുകാർക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. സാധാരണ വെല്ലിച്ചന്മാർക്കും വെല്ലിമ്മമാർക്കും മാത്രമേ കഥകൾ പണ്ടത്തെ പഴമ കഥകൾ ഇങ്ങനെയൊക്കെ പിള്ളേർക്ക് വലിയ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള മോനെ ഇങ്ങനെ. അപ്പൊ പിള്ളേർക്ക് ഓൾറെഡി അവരുടെ സ്നേഹം അച്ഛനോട് സ്നേഹം. അപ്പൊ പക്ഷെ ഇവിടെ ആർക്കും കഥ അറിയത്തില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആർക്കാ കഥ അറിയാമെന്നറിയാം ഇത് വീട്ടിൽ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് കഥ ഡാൻസ് പാട്ട് ഏത് കാര്യം ചോദിച്ചാലും എനിക്കറിയാം. എൻ്റെ കഥ പറയുന്നത് എന്താ അറിയാവോ ഗൈസ്? എൻ്റെ അച്ഛൻ പറയുന്ന കഥ. എൻ്റെ അച്ഛൻ പറയും പണ്ട് ഒരു അച്ഛനും ഒരു അമ്മയും ഉണ്ടായിരുന്നു. അവർക്ക് ഒരു കൊച്ചുണ്ട്. കൊച്ചിൻ്റെ പേര് ശ്രേയ. അവള് BMO സ്കൂളിലായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നു. അത് കൊച്ചു BMO സ്കൂളിലായിരുന്നു പഠിക്കുന്നുണ്ട്. അല്ല വീഡിയോയാ വീഡിയോ. അപ്പൊ അവിടെ ഒരു അങ്കിളാണ്, എന്നെ അറിയാവുന്നൊരു അങ്കിള്. അപ്പം
അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചാണ്. അത് നിങ്ങൾ മൈൻഡ് ആക്കേണ്ട സാരമില്ല. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇപ്പോൾ അച്ഛൻ പറയുന്ന കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പണ്ട് ഒരു കാര്യമുണ്ട്. അത് കൊച്ച് BMS സ്കൂളിലായിരുന്നു പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കൊള്ളാലോ, ഞാനന്ന് കോഴ്സല്ലായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അത് കൊച്ച് BMS സ്കൂളിലായിരുന്നു പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തോ ഡൗട്ട് തോന്നി, ഇതെന്ത് ഇത് BMS അഡ്മിഷൻ എടുത്തായിരുന്നല്ലോ, എന്നെക്കുറിച്ചായിരിക്കത്തില്ല എന്ന് ഞാനങ്ങ് പറഞ്ഞു. എന്നാലും മൈൻഡ് ആക്കിയില്ല. പക്ഷേ അത് പറഞ്ഞപ്പോഴേ അത് കൊച്ചിൻ്റെ ഫ്രണ്ട്സ് ജിവലക അങ്ങനെ നിർത്ത്, എനിക്കിത് കഥ വേണ്ട. പിറ്റേ ദിവസം ചോദിച്ചു, എങ്ങാളും ഒരു മാവേലിയുടെ കഥയാണെങ്കിൽ അതും ക്രിസ്മസ് ആണ് വന്ന എൻ്റെ കാര്യം ഉദാഹരണം. അന്നും മാവേലിയുടെ കൊച്ചും BM പഠിപ്പിക്കാന്ന് പറയും. എന്താണ് ഇത്? ഇപ്പൊ എല്ലാ ക്രിസ്മസ് അപ്പൂപ്പന്റെ മോള് വരെ ഇപ്പൊ മറ്റേ ക്രിസ്മസ് അപ്പൂപ്പന്റെ പാപ്പയില്ലേ അച്ഛൻ, അപ്പം അത് വെളിച്ചൻ വരെ, അത് വെളിച്ചന്റെ പേരക്കുട്ടി വരെ ഇപ്പൊ BM സ്കൂളിൽ പഠിക്കും. എന്താണ് ഇത്? അച്ഛന്റെ കഥയൊക്കെ ഇങ്ങനെ, പക്ഷെ അമ്മയ്ക്ക് ഒരു സാധനം അറിയത്തില്ല. പാട്ട് പാടി അമ്മയുടെ കഥയാണ്. പണ്ട് പറ്റൊരു കാട്ടിലൊരു കൊച്ചുണ്ടായിരുന്നു. അത് കൊച്ചിന്റെ വീടൊരു ഉണ്ടായിരുന്നു. അത് 5 മിനിറ്റ് വരെ അത് പറഞ്ഞിരും. ഞാൻ ഉറങ്ങത്തില്ല, ഇങ്ങനെ കണ്ടും പിടിച്ചു. അമ്മ ബെസ്റ്റ് ആളാ. എന്താ അറിയാവോ, ഞാൻ രാവിലെ ഇത് അമ്മ ഇങ്ങനെ ഭയങ്കര ഇതാണ്, ഇച്ചിരി കൽപ്പ. അപ്പം അങ്ങനെ കൽപ്പാകുമ്പോൾ അമ്മ റോഡിൽ കൂടി ഇങ്ങനെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടല്ലോ. ഇത് റോഡിൽ കൂടി ആൾക്കാർ പോകുമ്പോൾ ഭയങ്കര കളിപ്പുള്ള ടൈമിൽ ആൾക്കാർ പോകുന്നുണ്ടപ്പോൾ എന്താ പല്ലുതേപ്പാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ എന്ത് ഇത് ഭയങ്കര അരമ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാ. ഇത് വരക്കുവാണല്ലോ ആൾക്കാർ പോകുമ്പോൾ, അയ്യോ മോള് ബ്രഷേ എടുക്കണ്ട, മോളൊന്നും എടുക്കണ്ട, മോൾ ഇന്ന് പല്ല് തേച്ചില്ലെങ്കിലും വെച്ചില്ല കേട്ടോ. അപ്പൊ ഞാൻ ആരെടുത്തത് എന്നിട്ട് തന്നെയാണ് വേറെ വെച്ചുള്ളതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ കുത്തിയൊക്കെ നോക്കും. പക്ഷെ ആരും മരുന്ന് കണ്ടില്ല. അപ്പൊ എന്നെ തന്നെയാണോ എന്നാണോ അമ്മ ഞാൻ ഉറക്കെ ചെയ്യും. അപ്പൊ എന്റെ വെള്ളം വെങ്ങച്ചൊന്നും മിണ്ടോണ്ടിരിച്ചോ, മോളൊന്നും തേക്കണ്ട കേട്ടോ ഇന്ന് അപ്പളേക്കും ഇല്ലടി. എത്ര കേറിങ് ഇത്, അയ്യോ എന്റെ കൊച്ചിന് ഇത് കേറിങ് ഒന്നും കൊടുക്കാനും വേണ്ടെന്നേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. പക്ഷെ ചില ആൾക്കാർ കാണുമ്പോൾ ഇത് കേറിങ്ങൊക്കെ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് എഴുതും. പക്ഷേ ഒന്ന് പിരിച്ചാൽ രണ്ടെന്നാണല്ലോ. അപ്പൊ അതേപോലെ ഉള്ളൂ. നമ്മൾ വേറൊന്ന് കാണുമ്പോൾ അതാ നല്ലതെന്ന് പറഞ്ഞ് നേരെ അതിൻ്റെ അകത്ത് തുള്ളി ചടി കയറി പോകരുത്. അത് നമ്മൾ സഹിക്കുന്നതിനേക്കാളും വലിയൊരു ആടമുട്ടയായിരിക്കാം. ചിലപ്പോൾ ദിനോസറിന്റെ മുട്ട വരെ ആവാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ സഹിക്കുന്ന കോഴിമുട്ടയാണെങ്കിലും പക്ഷെ അടുത്തത് നമ്മൾ നോക്കുമ്പോൾ ദിനോസറിന്റെ മുട്ടയാവാനും സാധ്യത കൂടുതലാണ്. പോയിന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതേപോലെയുള്ള കുഞ്ഞാക്കുരുകളൊന്നും നിങ്ങൾ വീട് കിടക്കല്ലേ മക്കളെ. നിങ്ങൾ നല്ല അച്ഛനെ അമ്മേനെ തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്യുക. നിങ്ങൾ അമ്മയും അച്ഛനും കല്യാണം കഴിക്കുന്ന മുന്നേ നിങ്ങൾ എങ്ങനെയെങ്കിലും ജനിച്ച് അച്ഛനും അമ്മേനെ അത് കല്യാണത്തിന് ഒഴിവാക്കുക. അവരെങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ ഒരുക്കുവാക്കുക കേട്ടോ. ഞാൻ പറയാം, എൻ്റെ അവസ്ഥയും കൊണ്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ അത് ചെയ്യുക. നല്ലതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.